നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ പറയുന്നത്? ഇദ്ദേഹം തന്നെയാ ഇത് പിന്നെയും കുക്ക് ചെയ്തത്. ഫസ്റ്റ് ടൈം ബോസ് വന്ന ഓർഡർ തന്നപ്പോഴേക്കും കുറച്ച് നെർവസ് ആയിപ്പോയി ആള്. അതാ പറ്റിയത്. ഞാൻ അകത്ത് ചെന്ന് ഇദ്ദേഹത്തെ കണ്ട് ഋഷിയെ ബോസ് ആയിട്ട് കാണണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കണ്ടാ മതി, റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇത് ഓക്കെ ആയി. ഋഷിന് ഗോൾഡ് റിംഗ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാതിരുന്നാൽ മാത്രം മതി. പ്ലീസ് ഋഷി, എനിക്ക് വേണ്ടി പ്ലീസ്. ഓക്കെ, എന്നാ ഇനി ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ സാർ, ഓക്കെ ഉണ്ടാവില്ല, നോക്കോളാം. പോയിക്കോ. ഹലോ, എവിടെയാടാ അളിയ? ഗോൾഡ് ചെയിൻ എന്ത് പറയുന്നു? എടാ, അവളുടെ പേര് അനാമികാന്നാ. അറിയാടാ അളിയ, അവള് നല്ല പെൺകുട്ടിയാ. എന്താടാ പറയുന്നേ? ഇന്നിവിടെ സംഭവിച്ചെന്താന്നറിയോ? റെഡി? ഓക്കെ മാഡം, പോ. വാ. ആദ്യം അവള് ബാക്കിയുള്ളവരുടെ ജോലി തട്ടിക്കളയുന്നവളാന്ന് വിചാരിച്ച്. ഋഷി ഇവർക്ക് ഗോൾഡ് റിംഗ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാതിരുന്നാൽ മാത്രം മതി. പ്ലീസ് ഋഷി, എനിക്ക് വേണ്ടി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവള് ജോലി കൊടുക്കുന്നവളാണെന്ന്. അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയെ ചതിക്കാനായിട്ട് സത്യമായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. ഇപ്പൊ അതിന് സാർ എന്താ ചെയ്യാൻ പോകുന്നേ? വേറെന്ത് ചെയ്യാനാ? ചെയിൻ എടുത്തത് ഞാനാണ്. അതൊരാവശ്യത്തിന് വേണ്ടി പണയം വെച്ചു. ബോംബെയിലാണെന്ന് പറഞ്ഞതും ഒരു കള്ളമായിരുന്നെന്ന് അവളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ. അങ്ങനെ ചെയ്യുന്നത് തന്നെയാ കറക്റ്റ്. ശരി, നീ ഫോൺ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. സംസാരിച്ച് കഴിയുന്നതിന് മുമ്പ് കട്ട് ചെയ്തു. ഓഹോ, കിളിയെ അയക്കുവാണല്ലേ? ആ ഏഴാമത്തെ ആത്മാവ് ആരാണെന്നറിഞ്ഞാലല്ലേ അതിനെ രക്ഷിക്കുകയുള്ളൂ. ആ രഹസ്യം നിങ്ങളെ അറിയിക്കാതെ ഞാൻ തടയുന്നതാണ്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇതെല്ലാം പ്ലേ ബ്ലാസ്റ്റ് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ, ഡൺ. താങ്ക് യു. വാവ്, ഹായ്. മോഡൽസ് ഒക്കെ കൊള്ളാലോ. താങ്ക് യു. കീപ് ഡൂയിങ്. ഓക്കെ. ഓ ഷിറ്റ്, ഇവിടെ ഗ്ലിച്ച് ഉണ്ടല്ലോ. വാട്ട് ഈസ് ദിസ് യാർ? സോറി അനി. ഓക്കെ, താങ്ക് യു. അനാമിക, റെൻഡർ ചെയ്തോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം റെൻഡർ ചെയ്യാനായിട്ട്. ഇന്ന് എങ്ങനെങ്കിലും ഇവളോട് പറഞ്ഞേ പറ്റൂ. ഏയ്, നീ വേഗം മെയിൽ ചെയ്തിട്ട് വാ. നീ ഏതാ? ഇപ്പൊ തീരും. നന്ദ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റാ? ആനിമേറ്റേഴ്സ് ഉള്ള സ്ഥലത്ത് അക്കൗണ്ടിന് എന്താ ജോലി? സർ, ക്യാബിനറ്റിലേക്ക് പോയായിരുന്നു ഞാൻ. പോ പോ പോ, ഇവിടെ നിൽക്കാതെ പോ. ശരി സർ. എടോ, തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ശരി സർ, പോവാ. ഹായ്ഡ്, എന്നോട് ക്ഷമിക്കേ. അന്ന് ചെയ്യാൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലില്ല. അത് ഞാൻ പണയം വെച്ചു. ഒരു എമർജൻസി. എന്ത് എമർജൻസിയാ? അയ്യോ, ഒന്നുമില്ല. സോ സോറി. എന്തവൻ തന്നെ സംസാരിക്കുന്നത്? ഒരുപക്ഷെ വട്ടായിരിക്കും. അനാമിക, ഈ മോഡൽ ഓക്കെ ആണോ? മോഡല് കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ.
കുറച്ചുകൂടി ചേഞ്ച് വരുത്തണം. ഇത് മതിയോ? ദാ, ഇങ്ങനെ. ഓക്കെ, ഓക്കെ. അനാമിക, ഒരു മിനിറ്റ് അകത്തേക്ക് വാ. ഇതാ വരുന്നു. എന്തിനാണ് പേടിക്കുന്നത്? പറഞ്ഞേക്കടാ. ഇതിങ്ങനെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻസെർട്ട് ആവും. ഓക്കെ 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 ഫൈൻ. ഇപ്പൊ അത് സെറ്റ് ആയോ? ഞാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇവളിത് എവിടെ പോയി? അനാമിക, അയ്യോ, എന്ത് പറ്റി? എന്താ പറ്റിയെന്നോ? ഇങ്ങനെ പുറകെ വന്ന് വിളിച്ച മനുഷ്യൻ പേടിച്ചു പോവില്ലേ? അയ്യോ, ചോര വരുന്നു. ഇവിടെ ഇരിക്കെ. നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒന്ന് ക്ഷമിക്ക. എന്താ കാണിക്കുന്നേ? ഒരുപാട് ചോര വരുന്നുണ്ട്. നിക്ക്, ഒരു കാര്യം ചെയ്യാം. ഇത് കെട്ടണേ. അതൊക്കെ കെട്ടുന്നുള്ളൂ, പിന്നെ ചോര വരില്ല. ഇല്ല, കഴിഞ്ഞു. വേദനയ്ക്ക് കുറവുണ്ടോ? ഇങ്ങനെ ആക്കിയതും പോരാ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടെന്ന്. സോറി. ഏയ്, അതൊക്കെ താഴെ വീഴണ്ടാന്ന് കരുതി പിടിച്ചതാ ഞാൻ. ഒരു ചെറിയ ഹെൽപ്പല്ലേ. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ. നടക്ക്, ഞാൻ തന്റെ കൂടെ ലിഫ്റ്റ് വരെ വരാം. നടക്ക്, അതൊക്കെ. ആ അതെ, ലിഫ്റ്റിന്റെ വർക്ക് കൊടുക്കുവാണ്. നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകേണ്ടി വരും. ഇപ്പൊ സന്തോഷായില്ലേ? ഈ കാലം വെച്ചിട്ട് ഞാൻ എങ്ങനെ 6 നില ഇറങ്ങാ? അതും കുറച്ച് കഷ്ടം തന്നെയാ. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ? എന്ത് ഹെൽപ്പ്? അത് പിന്നെ തന്നെ ഞാൻ എടുത്തോണ്ട് താഴേക്ക്. എടുത്തിട്ട്? അല്ല, കയ്യിലെടുത്തിട്ട് താഴെ ഞാൻ കൊണ്ട് വിടാന്നാ പറഞ്ഞത്. അതെ, ഒട്ടും പറ്റുന്നില്ലല്ലോ. ഇത്രമാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു? വാന്നേ, തനിക്ക് എന്തെങ്കിലും പറ്റിയാ അതിന്റെ നഷ്ടം ഈ കമ്പനിക്ക് തന്നെയാ. അക്കൗണ്ടന്റ് അല്ലേ, നന്നായിട്ട് ടാലി ചെയ്യാൻ അറിയാം. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അതൊക്കെ വിട്, വാ, ഞാൻ കൊണ്ടുവിടാം. അശോക്, ആ ബോസ് ഇപ്പൊ എവിടെയാ? ഓഫീസിലാ. ഓഫീസിലോ? ഈ സമയത്ത് എന്താണ് ബോസ് അവിടെ? ആ ഡിസ്ക് ഞാൻ ക്യാബിൽ വെച്ച് മറന്നു. അതെടുക്കാൻ വന്നാ. ഞാൻ വേണമെങ്കിൽ വരാം ബോസ്. നോ ഇഷ്യൂസ്, ഞാൻ നോക്കിക്കോളാം. യു ക്യാരി ഓൺ. ഓക്കെ ബോസ്. ഇതെന്താ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത? റെസ്പോൺസിബിലിറ്റി.